ഡെവിൾസ് ബൈബിൾ. ഐതിഹ്യമനുസരിച്ച് 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രാഗിന് കിഴക്കുള്ള ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ സന്യാസി ഹെർമാനസിനെ സന്യാസവ്രതങ്ങൾ ലംഘിച്ചതിന് ജീവനോടെ അടക്കം ചെയ്യാൻ വിധിച്ചു. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മഹത്തായ പുസ്തകം നിർമ്മിക്കാൻ സമ്മതിച്ചാൽ അദ്ദേഹത്തിന്റെ ശിക്ഷ റദ്ദാക്കാമായിരുന്നു. അതിൽ എല്ലാ മനുഷ്യ അറിവുകളും ഉൾപ്പെടുന്നു. എന്നാൽ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടിവന്നു. അർദ്ധരാത്രിയോടെ ഹെർമാനസ് തന്റെ ജോലി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി പിശാചിനോട് സഹായം ചോദിച്ചു. പകരമായി സന്യാസി ബൈബിളിൽ പിശാചിന്റെ ഒരു സാങ്കൽപ്പിക ചിത്രം ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ പിശാചിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മധ്യകാല ബൈബിളായ കോഡെക്സ് ഗിഗാസിന് 36, അതായത് 3 അടി ഏകദേശം 20 ഉയരവും ഏകദേശം 165 പൗണ്ട് ഭാരവുമുണ്ട്. ഒരു പേജിൽ പിശാചിന്റെ ഒരു പൂർണ്ണ പേജ് ചിത്രമുണ്ട്. സ്വർഗം എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ചിത്രീകരണമുണ്ട്. ഫുൾ വീഡിയോ കാണുവാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.